പരിശുദ്ധാത്മാവായ സർവേശ്വര. ആമീൻ. അച്ചോ ഇന്നാ. ആഹാ, നല്ല ഒന്നാം തരം പൂവൻ 300 രൂപ. പൂവി തെളിഞ്ഞ നല്ല നാടൻ പൂവൻ 400. നാടനൊന്നുമല്ല, അത് 2000. 400 ഒരു തരം. 400 2 തരം. 500 രൂപ. ആ, ജെയിംസ് ചേട്ടൻ 500. 500 പോരട്ടെ. 600 രൂപ. ആ, മറ്റത്തിൽ ഔസേപ്പച്ചൻ 600. പോരട്ടെ പോരട്ടെ പോരട്ടെ. നല്ല കൂവി തെളിഞ്ഞ നല്ല നാടൻ പൂവനാണ്. പക്കച്ചായ ലേലം വിളിക്കുന്നില്ലേ? എനിക്ക് കോഴി വേണ്ട. നല്ല നാടൻ പൂവന. എന്റെ മക്കച്ച ഒന്ന് കയറ്റി പിടിക്കേ. വേണ്ട ചോ, നാടൻ കോഴിയല്ലേ, കൊളസ്ട്രോളാ. പച്ചക്കറി തുടങ്ങട്ടെ, അപ്പൊ വിളിക്കാം. വക്കച്ചന് വേണ്ടാത്ത കോഴി 600. 700. ആ, 700. ജെയിംസ് 700. കിഴക്കല്ലേ ജെയിംസ് ചേട്ടൻ 700. ഒരു തരം 800 രൂപ. ആ, മറ്റത്തിൽ ഔസേപ്പച്ചൻ 800. മറ്റത്തിൽ ഔസേപ്പേട്ടൻ 800. 1000. കിഴക്കല്ലേ ജെയിംസ് ചേട്ടൻ 1000 പിടിച്ചേക്കുന്നു. 1000 ഒരു തരം. 1100 രൂപ. 1100 ഒരു തരം. 2 തരം 3 തരം. ഇത്തവണ ലേലത്തിന്റെ ഹൈലൈറ്റ് പുളിക്കൽ ജോർജ് കുട്ടിച്ചായന്റെ ആട്ടിൻകുട്ടി 4000 രൂപ. നല്ല നാടൻ പ്ലാവില കൊടുത്തു വളർത്തിയ നാടൻ ആട്ടിൻകുട്ടി 4000 രൂപ. എന്റെ വക ഒരു 5000. ആ, പടിഞ്ഞാറപ്പറമ്പിൽ ജോസൂട്ടിയെ 5000 രൂപ. 6000. കുരിശിങ്കൽ ടോണി 6000. 7000. ജോസൂട്ടിടാ, നീ കൂനറിഞ്ഞ് ഇവര് കേട്ടോ. അച്ചായ വേണോ? എനിക്ക് വേണ്ട, ആടല്ലേ, അത് കൊളസ്ട്രോളാ. 8000. ടോണിച്ചൻ 8000. എന്നാ ജോസൂട്ടി 9000. അതെ 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 അച്ചോ, വല്ല പച്ചക്കറി വിളിക്കുന്നുണ്ടോ? വിളിക്കേ. ഇല്ല, ഞാൻ പാട്ടിന് പോകും. മണിക്കൂർ 3. എന്റെ പൊന്നു വക്കച്ച ലേലം ഉറപ്പിച്ചു. ജോസൂട്ടി 10000 രൂപ. ഒരു തരം 2 തരം 3 തരം. 10000. ആർക്കും വേണ്ടേ? അച്ഛൻ വെച്ച് തന്നല്ലേ, അച്ഛൻ വെച്ച് ഇനി എനിക്കിട്ട് എന്നാണ് വെക്കാൻ പോകുന്നത്. പച്ചക്കായ. ആ പച്ചക്കായ മറക്കണ്ട. ഓടാ അവിടുന്ന്. പ്രപഞ്ചത്തിലെ പോരാളി. ഈ ചെറുക്കന്റെ കയ്യിൽ വണ്ടി കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ ജോസൂട്ടി? എടീ, പിന്നെ എങ്ങനെ അവൻ ഡ്രൈവിംഗ് പഠിക്കുന്നേ? ഇതിനെ പിടിച്ചോണ്ട് അവൻ ഇരിക്കാൻ മേലെന്ന്. ഇതിന് എന്നാ കൊടുത്തു? 5. എന്തോ ഒന്നില്ല. ഈ മാസത്തെ ചിട്ടിയുടെ പൈസ അടച്ചോ മാതൃത്വത്തില്? നീ എന്നാടാ കൊടുക്കാതെ? ഞാനാണോ അടക്കണ്ടേ? ഇവിടുത്തെ കോഴിയും പശുവൊന്നും പോരാനായിട്ടാണോ? ആനെ കൊണ്ടുവരണോ? കിട്ടിയപ്പോഴേക്ക് പേര് കിട്ടോ? അത് നമ്മുടെ പുളിക്കല ജോർജ് ഇട്ടുചായന്റെയാ. പുള്ളി വിളിക്കുന്ന പേരാ. നിനക്ക് വേണേ വേറെ പേരിട്ടോ. ഒരു സാധനം കൂടി ഉണ്ട്. നന്നായിടാ. അല്ലെങ്കിൽ പിള്ളേർക്ക് ആട്ടുംപാല ബെസ്റ്റ്. അതറിയോ? അങ്ങനെ പറഞ്ഞു. എല്ലാം സപ്പോർട്ട് ചെയ്യാൻ ഒരു അമ്മച്ചി. ആടെ അടുത്ത് വെല്ലുമ്മച്ചക്കൊരു കോഴി. ഓ കൊള്ളാം. ഇത് നമ്മുടെ പേടയല്ലേ? അയ്യോ, ഇന്ന് മുതൽ അതെ. ഇതിനെയല്ലേ ഞാൻ നേർച്ച കൊടുത്തത്? അതിനെ വിളിച്ചോണ്ട് പോന്നോ? എനിക്കതറിയാമോ? ഞാൻ നോക്കിയപ്പോ നല്ല മുട്ടയിടുന്ന പൂവനാന്ന് വിചാരിച്ചു. അല്ല, പേടയാന്ന് വിചാരിച്ചു. ഇതിന്റെ മുട്ടയല്ലേ ഞാൻ എല്ലാ ദിവസവും കടയിലേക്ക് തന്നു വിടുന്നേ? ഇതിലും ഭേദം നിങ്ങൾ പട്ടാളത്തിൽ ഈ പോകുന്നേ. മുട്ട നോക്കി ഏത് കോഴി ഇട്ടെന്ന് എനിക്കറിയാവോ? ഞാനിവിടെ പണിയെടുത്ത് ചാവും. അമ്മച്ചി എന്നാടാ? അനിയമ്മേ, വിളിച്ചാ വരികയല്ലോ. അനിയമ്മേ വരുവാ. കണ്ടോ, ഇതൊരു പച്ചക്കറി കട മുഴുവനുണ്ടല്ലോ. എടി, ഇത് മുഴുവൻ ഓർഗാനിക്കാ. നല്ല ചാരവും ചാണകവും ഇട്ടുണ്ടാക്കിയത്. ഈ മുട്ടയും മുട്ടയില്ല, ഈ ചേമ്പും കാച്ചിലും ഈ ഓൾ വെജിറ്റബിൾസ്. എന്റെ പൊന്നറിയമ്മ, ഇന്നത്തെ ലേലത്തിന് നീ കൂടെ വരേണ്ടതായിരുന്നു. എന്നാ പിടുത്തമായിരുന്നു അറിയോ? നമ്മുടെ കോച്ചേരി ബാബു എന്നോട് വാശിക്ക് മത്സരിക്കാൻ ഞാൻ വിട്ടുകൊടുക്കുവോ? നിനക്കറിയോ, ആ 10 കോഴിമുട്ട 4000 രൂപയ്ക്ക് ഞാൻ പിടിച്ചേ. 4000 രൂപയോ ഈ മുട്ടയ്ക്കോ? പിന്നെ ഞാൻ തോറ്റു കൊടുക്കണോ? പിന്നെ വികാരിയച്ഛനും ഉണ്ടായിരുന്നു എരിവ് കയറ്റാൻ. വെറുതെ അല്ല. പിന്നെ അതുപോലെ തന്നെ ഈ കാച്ചിലെ നല്ലപോലെ പുഴുങ്ങിട്ട് നല്ല തൈര്യമതി കൂട്ടി ഒരു പിടുത്തം. ആര്? അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാവർക്കും കഴിക്കാം. ഓ, ഭയങ്കര ദാഹമേ. വേണമെങ്കിൽ ഒരു ജ്യൂസ് അടിക്കുക അല്ലേ? നോക്കൂ, പൈനാപ്പിൾ നല്ലതായിരിക്കും അല്ലേ? നല്ലതായിരിക്കും. പക്ഷെ അപ്പടി മധുര. പപ്പയ്ക്ക് ഷുഗർ അല്ലേ? അപ്പൊ ഇത് മതി. നല്ലതാ, അടിച്ചോണ്ട് തരാവേ. എനിക്ക് ചൊറിഞ്ഞ് കേറുന്നുണ്ട്. എന്നാ പപ്പ? അല്ല, ഈ ചേന നിങ്ങൾ കഴിക്കുന്നവർ കഴിക്കുമ്പോൾ സൂക്ഷിക്കണം. ചിലപ്പോ ചൊറിയും. നിന്നെപ്പോലുള്ളവർക്ക് കൂടുതൽ ചൊറിയും. ചൊറിയും.